നമസ്കാരം. ഉത്ര നക്ഷത്ര ജാതർ. ഉത്ര നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണയായിട്ട് സുഖജീവിതം നയിക്കുന്നവരും ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അതായത് ഉത്ര നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണ ഭൂരിപക്ഷം പേരും സുഖലോലുപരായിട്ട് ജീവിക്കുന്നവരാണ്. ഈശ്വരഭക്തിയും സ്വഭാവശുദ്ധിയും ഇവരുടെ ഗുണങ്ങളാണ്. ഈശ്വരവിശ്വാസം ഉണ്ടായിരിക്കും, നല്ല സ്വഭാവ സവിശേഷത ഉണ്ടായിരിക്കും. പെട്ടെന്ന് ക്ഷോഭിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് ഈ ഉത്ര നക്ഷത്രക്കാർ. ക്ഷമാശീലവും സഹനശക്തിയും ഒന്നും ഇവർക്കില്ല. കോപാഗ്നിയായ എന്തെങ്കിലും കാട്ടിക്കുട്ടിയ ശേഷം പിന്നീട് പശ്ചാത്തപിക്കുന്ന ഒരു പ്രകൃതമാണ് ഉത്തര നക്ഷത്രക്കാർക്ക്. താൻ ചെയ്ത തെറ്റിനെ സമ്മതിച്ചു കൊടുക്കാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ആരുടെയും പ്രേരണയ്ക്ക് വഴങ്ങുന്നവരല്ല ഉത്തര നക്ഷത്രക്കാർ. സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സ്വന്തം കാര്യങ്ങൾ കാണാനാവാതെ ദുഃഖിക്കുന്നവരുമാണ് ഉത്തര നക്ഷത്രക്കാർ. പൊതുവെ പരിശ്രമശീലമുള്ളവരാണ് ഉത്തര നക്ഷത്രക്കാർ. എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങിയാൽ പരിശ്രമിച്ച് അത് നേടിയിട്ടേ അവർ തിരിച്ചു പോരുകയുള്ളൂ. അധിക പ്രവൃത്തി, ശാസ്ത്ര സംബന്ധമായ പ്രവർത്തനങ്ങൾ എന്നിവയിലൊക്കെ ഇവർ ശോഭിക്കും. ഗ്രഹജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും സംതൃപ്തമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു നക്ഷത്രക്കാരാണ് ഈ ഉത്തര നക്ഷത്രക്കാർ. ഈ നാളിൽ ജനിച്ചവർക്ക് ശുക്രനിൽ പാപദൃഷ്ടിയും പാപയോഗവും ഉണ്ടായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പാപദൃഷ്ടിയും പാപയോഗവും ഉള്ള നക്ഷത്രക്കാരാണെങ്കിൽ അവർ ഒന്നിലധികം വിവാഹങ്ങൾ, ചിലപ്പോൾ 2 വിവാഹമൊക്കെ കഴിക്കേണ്ടതായിട്ട് വരാറുണ്ട്. നല്ല സദ്ഗുണ സമ്പന്നകളായ ഭാര്യമാരായിരിക്കും ഉത്തര നക്ഷത്രത്തിലുള്ള പുരുഷന്മാർക്ക് ലഭിക്കുക. ശിരസ് സംബന്ധമായിട്ട്, അത് തല സംബന്ധമായിട്ട് തലവേദന, മൈഗ്രെയിൻ, അതുപോലെയുള്ള പല പ്രശ്നങ്ങളും, മൈഗ്രെയിൻ മൂലം ഛർദ്ദിക്കുക, അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ ഇവർ കാരണമാകാറുണ്ട്. ദന്തരോഗങ്ങൾ, പല്ലുകളൊക്കെ കേടുവരിക, മോണകളൊക്കെ പഴുപ്പ്, മോണപഴുപ്പ്, വായുക്ഷോഭം, വായു, പിത്തം, കഫം ഇതെല്ലാം ഉണ്ടാവും. അർശസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ എന്താ പറയുക, അൾസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട്. അർശസ് അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. രോഗനിവാരണ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ഇവർ പതിപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ രോഗാവസ്ഥ ചിലപ്പോൾ വളരെ ദുരന്തമായി തീരാറുണ്ട്. ഇവരുടെ ഈ നക്ഷത്ര ജാതകക്കാർക്ക് മുഖത്ത് കറുത്ത ഒരു മറുകടയാളം ഉണ്ടായിരിക്കും. ഇവർ സാധാരണ ശത്രുത ഉണ്ടാക്കുക എന്നത് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. ഈശ്വരാനുഗ്രഹം ഈ ഉത്തരനാളുകാർക്ക് വളരെയേറെ ലഭിച്ചിട്ടുണ്ട്.